നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവൾ ഇനി എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടേ? ആ കുടുംബത്ത് ഇത്രമാത്രം കണ്ണീര് കുടിക്കാൻ ഇവൾക്ക് നിങ്ങൾ കണ്ട അയോഗ്യത എന്താ? സമ്പന്നനായ ഒരാള് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു താലി ചരടെടുത്ത് കഴുത്തിൽ ഒരു കുരുക്ക് കുറിക്കുക ആയുഷ്കാലം മുഴുവനും തടവിലിടാനുള്ള ഒരു ലൈസൻസ് അല്ല അത്. എപ്പോഴെങ്കിലും ഏട്ടൻ ചോദിച്ചിട്ടുണ്ടോ ഇവളുടെ ജീവിതത്തെ കുറിച്ച്? ഇവൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോന്ന്? ഒരു വിവാഹബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ഇവൾ ആഗ്രഹിക്കുന്നുണ്ടോന്ന് ഉണ്ടോ? പണ്ട് രാജാക്കന്മാര് അവരുടെ പ്രതാപം കാണിക്കാൻ വേണ്ടി കുറെ അധികം പെണ്ണുങ്ങളെ വേട്ടയാടി കൊണ്ടുവന്ന് അന്തപുരത്തിൽ ചേർക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിന് എന്ത് വ്യത്യാസ ഏട്ടനുള്ളത്? വെറും പക തീർക്കാൻ, ഏട്ടന് മനസ്സിൽ തോന്നിയ വൈരാഗ്യം തീർക്കാൻ. അല്ലാതെ ഇവളെ താലി കെട്ടിയതിനോ കൂടെ നിർത്തുന്നതിനോ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ആദ്യം നിർത്ത നന്ദിനി, ഇനി ഇത് സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. നീ ഇങ്ങനെ ആരുടെ അടുക്കളയിൽ കിടന്ന് വെറുതെ ചത്തൊടുങ്ങേണ്ട പെണ്ണല്ല. നിന്നെ എനിക്ക് അടുത്തറിയാം. ജീവിതത്തിനെ കുറിച്ച് നിനക്ക് എന്തൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. അത് കൂടെ ജീവിക്കുന്നു എന്ന് അഭിനയിക്കുന്ന ഒരാള് മനസ്സിലാക്കിയാലല്ലേ പറ്റൂ. സമ്പന്നമായൊരു വീട്ടില് വലിയൊരു മുറിയില് ഒന്നിച്ച് താമസിക്കാൻ സമ്മതിക്കുന്നതോ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ലഭിക്കുന്നതോ ഒരു പെണ്ണിന് കൊടുക്കാവുന്ന വലിയ കാര്യങ്ങളൊന്നുമല്ല. ജയിലിൽ കിടക്കുന്നവർക്ക് പോലും അത്രയും സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊന്നും മനുഷ്യത്വമല്ല ഏട്ടാ, ഇത് സ്നേഹമല്ല. ഇത് ഇവളെ കൊല്ലാക്കൊല ചെയ്യല. യഥാർത്ഥത്തില് ഏട്ടന്റെ അമ്മയല്ല, ഏട്ടനാ ഇവളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത്.